ഒരിക്കലും മനുഷ്യർക്ക് ഭൂമിയുടെ അന്തരീക്ഷം കടന്നു പോകാൻ കഴിയില്ല എന്ന് കരുതിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ അന്തരീക്ഷവും കടന്ന് സൗരയൂഥത്തിന്റെ അതിര് വരെ എത്തി. സോളാർ സിസ്റ്റത്തിലെ എല്ലാ ഗ്രഹങ്ങളിലേക്കും നമ്മൾ പേടകങ്ങൾ അയച്ചിട്ടുണ്ട്. പക്ഷേ പേടകങ്ങളെ അയച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഒരു പേടകത്തിനെ എടുത്ത് റോക്കറ്റിൽ വച്ച ശേഷം നമ്മൾ ഉദ്ദേശിക്കുന്ന ഗ്രഹത്തിന് നേരെ അങ്ങ് വിടാനാകില്ല. അങ്ങനെ ചെയ്താൽ പേടകം അവിടെ എത്തുമ്പോഴേക്കും ഗ്രഹം അവിടെ ഉണ്ടായിരിക്കില്ല. കാരണം ഗ്രഹങ്ങളെല്ലാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ബഹിരാകാശ വസ്തുക്കളാണ്. അതുമാത്രമല്ല, അങ്ങനെ ചെയ്താൽ പേടകത്തിലുള്ള ഇന്ധനവും ലക്ഷ്യസ്ഥാനത്തിലെത്തുന്നതിന് മുൻപ് തന്നെ തീർന്നു പോകും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ബഹിരാകാശ പേടകങ്ങളെ നമ്മൾ നേരെ അയക്കുന്നതിന് പകരം വളരെ സങ്കീർണമായ പാതകളിലൂടെയാണ് അയക്കുന്നത്. അതിനാൽ തന്നെ ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ബഹിരാകാശ വസ്തുവായ ചന്ദ്രനിലെത്താൻ പോലും പല ദിവസങ്ങളോളം സമയമെടുക്കും. അങ്ങനെയെങ്കിൽ ഇന്നത്തെ നമ്മുടെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സൗരയൂഥത്തിലെ മറ്റ് ഗ്രഹങ്ങളിലെത്താൻ എത്രമാത്രം സമയമെടുക്കും? നമുക്ക് നോക്കാം. സൂര്യനിൽ നിന്നും ഒന്നാമത്തെ ഗ്രഹമായ മെർക്കുറിയിൽ നിന്നും തന്നെ തുടങ്ങാം. ഇപ്പോൾ മെർക്കുറി ഭൂമിയിൽ നിന്നും ഏകദേശം 10 കോടി കിലോമീറ്റേഴ്സ് ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഭൂമിയുടെ ഏറ്റവും അടുത്തു വരുന്ന സമയത്തിൽ മെർക്കുറിക്കും ഭൂമിക്കുമിടയിൽ ഏകദേശം 7.5 കോടി കിലോമീറ്റേഴ്സ് ഉണ്ടായിരിക്കും. പ്രകാശ വേഗത്തിലാണെങ്കിൽ ഇത്രയും ദൂരം സഞ്ചരിക്കാൻ വെറും 4.5 മിനിറ്റുകൾ മതി. ഇതുവരേക്കും നമ്മൾ വിക്ഷേപിച്ചിട്ടുള്ള ഏറ്റവും വേഗതയേറിയ പേടകം നാസയുടെ പാർക്കർ സോളാർ പ്രോബാണ്. സൂര്യന് സമീപമെത്തുന്ന സമയത്തിൽ ഇത് മണിക്കൂറിൽ 5 ലക്ഷം കിലോമീറ്റർ വേഗത്തിൽ വരെ സഞ്ചരിക്കും. അങ്ങനെ നോക്കിയാൽ മെർക്കുറിയിലെത്താൻ ഒരാഴ്ച പോലും വേണ്ടിവരില്ല. പക്ഷേ മറ്റ് ഗ്രഹങ്ങളിലേക്ക് പോവുക എന്നത് നമ്മൾ ചിന്തിക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് വളരെയേറെ സങ്കീർണമായ ഒരു പ്രയാണമാണ്. ഒരു ബഹിരാകാശ പേടകമെടുത്ത് നേരെ മറ്റൊരു ഗ്രഹത്തിലേക്ക് നമുക്ക് പോകാനാകില്ല. പ്രത്യേകിച്ച് മെർക്കുറിയിലേക്ക് പോവുക എന്നത് മറ്റ് ഗ്രഹങ്ങളിലേക്ക് പോകുന്നതിനേക്കാൾ പ്രയാസമുള്ള കാര്യമാണ്. ശരിക്കും അകലെയുള്ള ജൂപ്പിറ്ററിലേക്ക് പോകുന്നതിനേക്കാൾ സങ്കീർണമാണ് മെർക്കുറിയിലേക്കുള്ള യാത്ര. മെർക്കുറി സൂര്യന്റെ വളരെ അടുത്ത് നിലനിൽക്കുന്നതാണ് അതിന്റെ കാരണം. മെർക്കുറിയിലേക്ക് പോകുന്നുവെന്ന് പറയുമ്പോൾ നമ്മൾ സൂര്യന്റെ അടുത്തോട്ടു കൂടെയാണ് പോകുന്നത്. ഒരു വലിയ കുന്നിന് മുകളിൽ നിന്നും താഴോട്ടിറങ്ങി വരുന്നത് പോലെയാണ് സൂര്യന്റെ അടുത്തോട്ട് പോകുന്നത്. അതായത് സൂര്യന്റെ ഗ്രാവിറ്റി കാരണം അതിന്റെ അടുത്തോട്ട് പോകുന്നതിനനുസരിച്ച് പേടകത്തിന്റെ വേഗതയും കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ മെർക്കുറിയിൽ പോകണമെങ്കിൽ അതിന്റെ അടുത്തെത്തുന്നതിന് മുന്നേ പേടകത്തിന്റെ വേഗത കുറയ്ക്കേണ്ടി വരും. അല്ലെങ്കിൽ മെർക്കുറിയിൽ നിൽക്കാതെ പേടകമങ്ങ് പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ഭൂമിയിൽ ബ്രേക്ക് പിടിച്ച് വണ്ടി നിർത്തുന്നത് പോലെ ഒരു ബഹിരാകാശ വാഹനം നിർത്താൻ സാധിക്കില്ല. അതിനുവേണ്ടി വലിയ തോതിലുള്ള ഇന്ധനം ചിലവാക്കേണ്ടതുണ്ട്. അത്രയും ഇന്ധനം ആവശ്യമുള്ളതിനാൽ പരമാവധി കാര്യക്ഷമതയോടെ ബഹിരാകാശ പേടകങ്ങളെ അയക്കേണ്ടത് അനിവാര്യമാണ്. അല്ലായെങ്കിൽ ലക്ഷ്യസ്ഥാനത്തിലെത്തുമ്പോൾ വേഗത കുറയ്ക്കാൻ ആവശ്യമായ ഇന്ധനം ആ പേടകത്തിൽ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇന്ധനം ലാഭിക്കാൻ വേണ്ടി നമ്മൾ മറ്റ് ഗ്രഹങ്ങളുടെ ഗ്രാവിറ്റി ഉപയോഗിക്കേണ്ടി വരും. അതിനൊരുത്തമ ഉദാഹരണമാണ് ബേപ്പി കൊളംബ് ദൗത്യം. മെർക്കുറിയെ ഭ്രമണം ചെയ്ത് പഠനം നടത്താൻ വേണ്ടി യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയും ചേർന്ന് 2018 വിക്ഷേപിച്ച ഈ പേടകം ആദ്യം സൂര്യന് ചുറ്റുമാണ് ഭ്രമണം ചെയ്തിരുന്നത്. അങ്ങനെ വലം വെക്കുന്നതിനിടയിൽ ആദ്യത്തെ തവണ ഭൂമിയുടെ അടുത്തുകൂടെ വന്നപ്പോൾ ഭൂമിയുടെ ഗ്രാവിറ്റി കാരണം അതിന്റെ വേഗത കൂടുകയും ദിശ മാറുകയും ചെയ്ത് വീനസിന് സമീപം പോയി. ശേഷം 2 തവണ വീനസിന് സമീപത്തുകൂടെ പറന്നു പോയത് കാരണം അതിന് മെർക്കുറിയിലേക്ക് പോകാൻ ആവശ്യമായ വേഗത കിട്ടുകയും 2021 ഒക്ടോബറിൽ മെർക്കുറിയുടെ സമീപത്തെത്തുകയും ചെയ്തു. പക്ഷേ വേഗത കുറയാത്തത് കാരണം അത് മെർക്കുറിയുടെ സമീപത്തുകൂടെ പറന്നു പോവുകയാണ് ചെയ്തത്. 2022 വീണ്ടും ഇത് മെർക്കുറിക്ക് സമീപത്തുകൂടെ പോയിരുന്നു. ഓരോ തവണ മെർക്കുറിയുടെ അടുത്തുകൂടെ പോകുമ്പോഴും അതിന്റെ വേഗത പതിയെ കുറഞ്ഞു. ഒരു ബഹിരാകാശ വസ്തുവിന്റെ സമീപത്ത് പോകുന്ന ദിശയും വേഗതയും അനുസരിച്ച് ആ പേടകത്തിന്റെ വേഗത കൂടുകയും കുറയുകയും ചെയ്യാം. അതെല്ലാം കൃത്യമായിട്ട് കണക്ക് കൂട്ടിയതിനു ശേഷമാണ് ഒരു ബഹിരാകാശ പേടകം നമ്മൾ വിക്ഷേപിക്കുന്നത്. എന്തായാലും അങ്ങനെ ഇനി 2025 ആകുമ്പോഴാണ് ഇതിന്റെ വേഗത മെർക്കുറിയുമായിട്ട് സമകാലികമാകുന്നതും അത് മെർക്കുറിയെ ഭ്രമണം ചെയ്യാൻ തുടങ്ങുന്നതും. അപ്പോൾ ഭൂമിയിൽ നിന്നും മെർക്കുറിയിലെത്താൻ 7 വർഷങ്ങളെടുക്കും. ഇന്ധനം ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് പേടകത്തിന്റെ വേഗത കൂട്ടാൻ കഴിയും. പക്ഷേ അതിന് വളരെ വലിയ തോതിലുള്ള ഇന്ധനം വേണം.
അങ്ങനെ അത്രയും വലിയ തോതിലുള്ള ഇന്ധനം നിറച്ച ഭീമാകാരമായ പേടകം ഭൂമിയിൽ നിന്ന് വിക്ഷേപിക്കുക എന്നത് വളരെയേറെ പ്രയാസകരവുമാണ്, അതിന് അത്യധികം ചിലവ് കൂടുതലുമാണ്. എന്തായാലും മെർക്കുറിയെക്കുറിച്ചുള്ള മറ്റൊരു രസകരമായ ഫാക്റ്റ് പറയാം. ശരാശരി ദൂരം പരിഗണിക്കുമ്പോൾ ശരിക്കും ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ഗ്രഹം മെർക്കുറിയാണ്. വീനസും മാഴ്സുമൊക്കെ ഭൂമിയുടെ വളരെ അടുത്തു വരുമെങ്കിലും അത് കുറച്ചു കാലത്തേക്ക് മാത്രമാണ്. അത് കഴിഞ്ഞാൽ ആ ഗ്രഹങ്ങളൊക്കെ നമ്മിൽ നിന്നും ഒരുപാട് അകലെയായിരിക്കും. വീനസ് ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയായിരിക്കുമ്പോൾ വീനസിനും ഭൂമിക്കും ഇടയിൽ ഏകദേശം 26 കോടി കിലോമീറ്റേഴ്സ് ഉണ്ടായിരിക്കും. എന്നാൽ മെർക്കുറിയാണെങ്കിൽ ഭൂമിയുടെ ഏറ്റവും അകലെ പോകുമ്പോൾ ഭൂമിക്കും മെർക്കുറിക്കും ഇടയിൽ 22 കോടി കിലോമീറ്റേഴ്സ് മാത്രമേ ഉണ്ടായിരിക്കൂ. അപ്പോൾ ശരാശരി ദൂരം നോക്കുകയാണെങ്കിൽ മെർക്കുറിയാണ് ഭൂമിയുടെ ഏറ്റവും അടുത്ത് നിലനിൽക്കുന്ന ഗ്രഹം. ഇത് ഭൂമിയുടെ കാര്യത്തിൽ മാത്രമല്ല, സൗരയൂഥത്തിലെ എല്ലാ ഗ്രഹങ്ങളുടെയും തമ്മിലുള്ള ശരാശരി ദൂരം പരിഗണിക്കുമ്പോൾ ഏതൊരു ഗ്രഹത്തിന്റെയും ഏറ്റവും അടുത്തുള്ള ഗ്രഹം മെർക്കുറിയാണ്. യുറാനസും നെപ്റ്റ്യൂണും തമ്മിലുള്ള ശരാശരി ദൂരത്തിനേക്കാൾ കുറവാണ് നെപ്റ്റ്യൂണും മെർക്കുറിയും തമ്മിലുള്ള ശരാശരി ദൂരം. രണ്ടാമത്തെ ഗ്രഹമായ വീനസ് ഇപ്പോൾ ഭൂമിയിൽ നിന്നും ഏകദേശം 24 കോടി കിലോമീറ്റേഴ്സ് ദൂരത്തിലാണ് നിൽക്കുന്നത്. വീനസിലേക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എന്നത് ഏകദേശം 4 കോടി കിലോമീറ്റേഴ്സ് ആണ്. പ്രകാശവേഗത്തിൽ പോയാൽ വെറും 2 മിനിറ്റുകൾ കൊണ്ട് വീനസിലെത്താം. പക്ഷേ ഇത്രയും അടുത്തു വരുമെങ്കിലും ആദ്യം പറഞ്ഞതുപോലെ ഒരു റോക്കറ്റും എടുത്ത് നേരെ അങ്ങ് പോകാൻ പറ്റില്ല. എങ്കിലും മെർക്കുറിയിലേക്ക് പോകുന്നതിന്റെ അത്ര സങ്കീർണമല്ല വീനസിലേക്കുള്ള യാത്ര. ഉദാഹരണത്തിന് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ആദ്യത്തെ വീനസ് ദൗത്യമായ വീനസ് എക്സ്പ്രസ് ഭൂമിയിൽ നിന്നും വിക്ഷേപിച്ചത് 2005 നവംബറിനാണ്. ഈ കാണുന്ന രീതിയിലായിരുന്നു ആ പേടകത്തിന്റെ സഞ്ചാരപഥം. അത് ഭൂമിയുടെ ഓർബിറ്റിൽ നിന്നും പതിയെ വീനസിന്റെ ഓർബിറ്റിലേക്ക് മാറുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ വെറും 4 കോടി കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളുവെങ്കിലും ഭൂമിയിൽ നിന്നും വീനസ് വരെ എത്താൻ ആ പേടകത്തിന് ഏകദേശം 23 കോടി കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ടി വന്നു. അത്രയും ദൂരം സഞ്ചരിക്കാൻ 153 ദിവസങ്ങളാണ് വേണ്ടി വന്നത്. അതായത് 5 മാസത്തിൽ കൂടുതൽ സമയമെടുത്തു. എന്നാൽ 1961 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച വെനേറ 1 പേടകം വെറും 3 മാസങ്ങൾ കൊണ്ടാണ് വീനസിലെത്തിയത്. പക്ഷേ വേഗത കൂടുതലായതിനാൽ അതിന് വീനസിന്റെ ഓർബിറ്റിൽ പ്രവേശിക്കാൻ സാധിച്ചില്ല. അങ്ങനെ അത് വെറുതെ വീനസിന്റെ സമീപത്ത് കൂടെ പറന്നു പോവുക മാത്രമാണ് ചെയ്തത്. എന്തായാലും ഇതുവരേക്കും 40-ൽ കൂടുതൽ ദൗത്യങ്ങൾ വീനസിലേക്ക് നടത്തിയിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗം ദൗത്യങ്ങളും ഏകദേശം 120 മുതൽ 140 ദിവസങ്ങൾ കൊണ്ടാണ് വീനസിലെത്തിയത്. അതായത് വീനസിലെത്താൻ ഏകദേശം 4 മുതൽ 5 മാസങ്ങൾ വരെ സമയമെടുക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ ദൗത്യങ്ങൾ നടത്തിയിട്ടുള്ളത് സൂര്യനിൽ നിന്നും 4ാമത്തെ ഗ്രഹമായ മാർസിലാണ്. മാർസ് ഭൂമിയിൽ നിന്നും ശരാശരി 22 കോടി കിലോമീറ്ററുകൾക്കകലെയാണ്. അതായത് വീനസ് ഭൂമിയിൽ നിന്നുമായിരിക്കുന്ന ശരാശരി ദൂരത്തിന്റെ 3 മടങ്ങ് ദൂരത്തിലാണ് മാർസ്. ഏറ്റവും അകലെ പോകുമ്പോഴാണെങ്കിൽ മാർസിനും ഭൂമിക്കുമിടയിൽ ഏകദേശം 40 കോടി കിലോമീറ്റേഴ്സ് ദൂരമുണ്ടായിരിക്കും. ഏറ്റവും കുറഞ്ഞ ദൂരം എന്നത് ഏകദേശം 5.5 കോടി കിലോമീറ്റേഴ്സ് ആണ്. പ്രകാശവേഗത്തിലാണെങ്കിൽ ചൊവ്വ ഭൂമിയുടെ സമീപമായിരിക്കുമ്പോൾ ഭൂമിയിൽ നിന്നും ചൊവ്വയിലെത്താൻ വെറും 3 മിനിറ്റുകൾ മതി. നിലവിലത്തെ ടെക്നോളജികൾ ഉപയോഗിച്ച് ഫ്ലൈ ബൈ മിഷൻസ് അഥവാ മാർസിന് സമീപത്തുകൂടെ പറന്നു പോകുന്ന രീതിയിൽ ഒരു പേടകത്തിന് മാർസിലെത്താൻ 5 മുതൽ 6 മാസങ്ങൾ തന്നെ ധാരാളമാണ്. ഉദാഹരണത്തിന് 1969 വിക്ഷേപിച്ച മറൈനർ 6ഉം 7ഉം. എന്നാൽ മാർസിൽ ഓർബിറ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ മാർസിൽ ലാൻഡ് ചെയ്യുന്ന രീതിയിൽ ഒരു പേടകം മാർസിൽ എത്തിക്കണമെങ്കിൽ അതിന് ഏകദേശം 8 മാസങ്ങളിൽ കൂടുതൽ സമയമെടുക്കും. അതിനൊരുത്തമ ഉദാഹരണമാണ് നാസ 2020 ജൂലൈയിൽ വിക്ഷേപിച്ച പെർസെവറൻസ് റോവർ. അത് മാർസിലെത്തിയത് 2021 ഫെബ്രുവരിയിലാണ്. നിലവിൽ പല സ്പേസ് ഏജൻസികളും മാർസിലേക്ക് മനുഷ്യരെ എത്തിക്കാനുള്ള ദൗത്യങ്ങൾ ചെയ്യാൻ പദ്ധതിയിടുന്നുണ്ട്. സ്പേസ് എക്സിന്റെ മാർസ് ദൗത്യമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. 2050-നുള്ളിൽ മാർസിൽ വലിയൊരു കോളനി തന്നെ സ്ഥാപിക്കുമെന്നാണ് സ്പേസ് എക്സിന്റെ CEO ഇലോൺ മസ്ക് പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടിയിട്ടാണ് സ്റ്റാർഷിപ്പ് എന്ന ഭീമൻ റോക്കറ്റുകൾ ഡിസൈൻ ചെയ്യുന്നത്. ഇതുപയോഗിക്കുന്നതിലൂടെ വെറും 6 മാസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് മാർസിലെത്താനാകും. പക്ഷേ കൂടുതൽ കാര്യക്ഷമതയോടെ ഇന്ധനം ഉപയോഗിച്ച് മാർസിലെത്താനാണെങ്കിൽ അതിന് 7 മുതൽ 9 മാസങ്ങൾ വരെ സമയമെടുക്കും. നമ്മുടെ സൗരയൂഥത്തിലെ വല്യേട്ടനായ ജൂപ്പിറ്റർ ഇപ്പോൾ ഭൂമിയിൽ നിന്നും ഏകദേശം 77 കോടി കിലോമീറ്റേഴ്സ് ദൂരത്തിലാണ് നിൽക്കുന്നത്.
ഭൂമിയും ജൂപ്പിറ്ററും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം ഏകദേശം 59 കോടി കിലോമീറ്റേഴ്സ് ആണ്. പ്രകാശത്തിന് ഭൂമിയിൽ നിന്നും ജൂപ്പിറ്ററിലെത്താൻ ഏകദേശം 43 മിനിറ്റുകൾ എടുക്കും. ഇതുവരേക്കും 9 പേടകങ്ങൾ മാത്രമേ ജൂപ്പിറ്ററിലേക്ക് പോയിട്ടുള്ളൂ. പക്ഷേ അതിൽ 2 എണ്ണം മാത്രമാണ് ജൂപ്പിറ്ററിനെ ഓർബിറ്റ് ചെയ്തത്. ബാക്കി 7 പേടകങ്ങളും ഫ്ലൈ ബൈ ദൗത്യങ്ങളായിരുന്നു. പയോനിയർ 10 പേടകമാണ് ആദ്യമായിട്ട് ജൂപ്പിറ്ററിനെ സന്ദർശിച്ചത്. ഏകദേശം 2 വർഷങ്ങളുടെ യാത്രയ്ക്ക് ശേഷം, അതായത് 1972 മാർച്ചിൽ വിക്ഷേപിച്ച പയോനിയർ 10 1973 ഡിസംബറിലാണ് ജൂപ്പിറ്ററിന്റെ അടുത്തുകൂടെ പറന്നുപോയത്. 1977 വിക്ഷേപിച്ച വോയേജർ പേടകങ്ങൾ 550 ദിവസങ്ങൾ കൊണ്ടാണ് ജൂപ്പിറ്ററിനു സമീപമെത്തിയത്. അതായത് 2 വർഷങ്ങൾ പോലും വേണ്ടി വന്നില്ല. 1990 വിക്ഷേപിച്ച യൂലിസസ് പേടകത്തിന് ജൂപ്പിറ്ററിലെത്താൻ 1.5 വർഷങ്ങൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ. പക്ഷേ ഇവയെല്ലാം ഫ്ലൈ ബൈ മിഷൻസ് ആയിരുന്നു. ഇത്തരം പേടകങ്ങൾക്ക് ജൂപ്പിറ്ററിലെത്താൻ 1.5 വർഷം മുതൽ 2 വർഷങ്ങൾ വരെ മതിയാകും. എന്നാൽ ജൂപ്പിറ്ററിനെ ഓർബിറ്റ് ചെയ്യണമെങ്കിൽ ഭൂമിയിൽ നിന്നും ജൂപ്പിറ്റർ വരെ എത്താൻ 6 വർഷങ്ങളോളം സമയമെടുക്കും. അതിനുത്തമ ഉദാഹരണമാണ് ഗലീലിയോ പേടകം. 1989 ഒക്ടോബറിൽ വിക്ഷേപിച്ച ഗലീലിയോ 1995 ഡിസംബറിലാണ് ജൂപ്പിറ്ററിന്റെ ഓർബിറ്റിൽ പ്രവേശിച്ചത്. ശരിക്കും ഇത് ഭൂമിയിൽ നിന്നും വിക്ഷേപിക്കപ്പെട്ടതിനു ശേഷം സൂര്യനെ വലം വെക്കുകയാണ് ചെയ്തത്. ഈ ആനിമേഷൻ കാണുമ്പോൾ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അങ്ങനെ വലം വെക്കുന്നതിനിടയിൽ 2 തവണ ഭൂമിയുടെ അടുത്തുകൂടെയും 1 തവണ വീനസിന് സമീപത്തുകൂടെയും പറന്നു പോയപ്പോഴാണ് ജൂപ്പിറ്ററിലേക്ക് പോകാനുള്ള വേഗത കൈവരിച്ചത്. അതുപോലെ തന്നെ 2011 വിക്ഷേപിച്ച ജൂണോ പേടകവും ഭൂമിയുടെ സമീപത്തുകൂടെ പറന്നു പോയതിനു ശേഷം 5 വർഷങ്ങൾ കഴിഞ്ഞാണ് ജൂപ്പിറ്ററിലെത്തിയത്. ജൂപ്പിറ്ററിന്റെ ഓർബിറ്റിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ജൂപ്പിറ്ററിന് സമീപമെത്തുമ്പോൾ കാര്യമായിട്ട് തന്നെ അതിന്റെ വേഗത കുറയ്ക്കേണ്ടതുണ്ട്. അങ്ങനെ വേഗത കുറയ്ക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ തോതിലുള്ള ഇന്ധനം ആവശ്യമാണ്. ഭൂമിയിൽ നിന്ന് നേരിട്ട് പോവുകയാണെങ്കിൽ അതിനൊത്തിരിയേറെ ഇന്ധനം ചിലവാകും. അങ്ങനെ ഇന്ധനം ചിലവാക്കി ജൂപ്പിറ്ററിലെത്തുമ്പോഴേക്കും പിന്നെ അധികകാലം ജൂപ്പിറ്ററിന് ചുറ്റും ഭ്രമണം ചെയ്യാനുള്ള ഇന്ധനം അതിൽ ബാക്കിയുണ്ടായിരിക്കില്ല. എന്നാൽ ഇങ്ങനെ ഭൂമിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രഹങ്ങളുടെ ഗുരുത്വാകർഷണ ബലം ഉപയോഗിച്ച് പോകുമ്പോൾ ആ പേടകത്തിന് അധികം ഇന്ധനം ഉപയോഗിക്കാതെ തന്നെ ലക്ഷ്യസ്ഥാനത്തിലെത്താനും കഴിയും. വീണ്ടും ഒരുപാട് കാലം ജൂപ്പിറ്ററിന് ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കാനും കഴിയും. രണ്ടാമത്തെ വലിയ ഗ്രഹമായ സാറ്റേൺ ഇപ്പോൾ ഭൂമിയിൽ നിന്നും ഏകദേശം 159 കോടി കിലോമീറ്റേഴ്സ് ദൂരത്തിലാണ് ആയിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ ദൂരം പോലും ഏകദേശം 120 കോടി കിലോമീറ്റേഴ്സ് ആണ്. അതായത് ഭൂമി സൂര്യനിൽ നിന്നുമായിരിക്കുന്നതിന്റെ 8 മടങ്ങ് ദൂരത്തിലാണ് സാറ്റേൺ ഭൂമിയിൽ നിന്നുമായിരിക്കുന്നത്. ഇതുവരേക്കും 4 പേടകങ്ങൾ മാത്രമേ ശനി ഗ്രഹത്തിനെ സന്ദർശിച്ചിട്ടുള്ളൂ. പയോനിയർ 11, വോയേജർ 2, 1, പിന്നെ അവസാനമായിട്ട് കെസീനി ഹൈഗൻസ് പേടകം. പയോനിയർ പേടകങ്ങളും വോയേജർ പേടകങ്ങളും ഫ്ലൈ ബൈ മിഷൻസ് ആയിരുന്നു. അതിനാൽ തന്നെ അവയ്ക്ക് വെറും 3 മുതൽ 4 വർഷങ്ങളുടെ സമയം കൊണ്ട് സാറ്റേണിലെത്താൻ സാധിച്ചു. എന്നാൽ നാസയും ESAയും ചേർന്ന് വിക്ഷേപിച്ച കെസീനി ഹൈഗൻസ് പേടകം സാറ്റേണിനെ ഓർബിറ്റ് ചെയ്യുന്നതായിരുന്നു. ഇതുവരേക്കും സാറ്റേണിനെ ഭ്രമണം ചെയ്ത ഒരേയൊരു പേടകം കെസീനി മാത്രമാണ്. 1977 വിക്ഷേപിച്ച കെസീനി 2004 സാറ്റേണിന്റെ ഓർബിറ്റിൽ പ്രവേശിച്ചത്. അതായത് ഭൂമിയിൽ നിന്നും സാറ്റേൺ വരെ എത്താൻ ഏകദേശം 7 വർഷങ്ങൾ വേണ്ടി വന്നു. യാത്രക്കിടയിൽ വീനസിന്റെയും ഭൂമിയുടെയും ജൂപ്പിറ്ററിന്റെയും അടുത്തുകൂടെ കെസീനി പറന്നുപോയിരുന്നു. 2004 സാറ്റേണിലെത്തിയ കെസീനി 13 വർഷക്കാലം സാറ്റേണിന് ചുറ്റും വലം വെച്ചു. ഇന്ന് നമുക്ക് സാറ്റേണിനെ കുറിച്ച് അറിയാവുന്നതിൽ വലിയൊരു ശതമാനവും കെസീനി പേടകത്തിലൂടെയാണ് മനസ്സിലാക്കിയത്. സാറ്റേണിനെ കുറിച്ച് മാത്രമല്ല, അതിന്റെ തണുത്തു മരവിച്ച മഞ്ഞ് ലോകങ്ങളായ ഉപഗ്രഹങ്ങളുടെ രഹസ്യങ്ങളും കെസീനി നമുക്ക് കാണിച്ചു തന്നു. സൗരയൂഥത്തിലെ ഉരുളുന്ന ഗ്രഹമായ യുറാനസ് ഭൂമിയിൽ നിന്നും ഏകദേശം 287 കോടി കിലോമീറ്ററുകൾക്കകലെയാണ് നിലനിൽക്കുന്നത്. 2 ഗ്രഹങ്ങളും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം പോലും ഏകദേശം 260 കോടി കിലോമീറ്റേഴ്സ് ആണ്. പ്രകാശത്തിന് പോലും ഭൂമിയിൽ നിന്നും യുറാനസിലെത്താൻ 2.5 മണിക്കൂറുകളെടുക്കും. ഇതുവരേക്കും ഒരേയൊരു പേടകം മാത്രമാണ് യുറാനസിലെത്തിയിട്ടുള്ളത്. അത് വോയേജർ 2 പേടകമാണ്. വെറും 8.5 വർഷങ്ങൾ കൊണ്ടാണ് വോയേജർ 2 അത് സാധിച്ചത്. പക്ഷേ ഓർക്കുക, അത് യുറാനസിനരികിൽ കൂടെ പറന്നു പോവുക മാത്രമാണ് ചെയ്തത്, അല്ലാതെ ഓർബിറ്റ് ചെയ്യുകയല്ല. അങ്ങനെ യുറാനസിന്റെ ഓർബിറ്റിൽ പ്രവേശിക്കണമെങ്കിൽ നിലവിലത്തെ ടെക്നോളജികൾ വെച്ച് 16 വർഷങ്ങളിൽ കൂടുതൽ സമയമെടുക്കും. അവസാനത്തെ ഗ്രഹമായ നെപ്റ്റ്യൂൺ നിലവിൽ ഭൂമിയിൽ നിന്നും ഏകദേശം 453 കോടി കിലോമീറ്ററുകൾക്കകലെയാണ് നിലനിൽക്കുന്നത്.
രണ്ട് ഗ്രഹങ്ങളും ഏറ്റവും അടുത്തു വരുന്ന ദൂരം പോലും ഏകദേശം 430 കോടി കിലോമീറ്റേഴ്സ് ആണ്. പ്രകാശത്തിന് വരെ ഭൂമിയിൽ നിന്ന് നെപ്റ്റ്യൂണിലെത്താൻ 4 മണിക്കൂറുകളിൽ കൂടുതൽ സമയമെടുക്കും. ഈ ഗ്രഹത്തിലും ഇതുവരേക്കും ഒരേ ഒരു പേടകം മാത്രമാണ് പോയിട്ടുള്ളത്. അതും നമ്മുടെ വോയേജർ 2 തന്നെ. യുറാനസിനെ സന്ദർശിച്ചതിനു ശേഷം പുള്ളിക്കാരൻ നേരെ നെപ്റ്റ്യൂണിലേക്കാണ് പോയത്. അങ്ങനെ 1989 വോയേജർ 2 നെപ്റ്റ്യൂണിന് സമീപത്തുകൂടെ പറന്നുപോയി. അതായത് ഭൂമിയിൽ നിന്നും നെപ്റ്റ്യൂൺ വരെ എത്താൻ 12.5 വർഷങ്ങൾ വേണ്ടി വന്നു. മറ്റ് ഗ്രഹങ്ങളുടെ ഗ്രാവിറ്റി ഒന്നും ഉപയോഗിക്കാതെ വെറും ഇന്ധനം ഉപയോഗിച്ച് മാത്രമാണ് പോയിരുന്നതെങ്കിൽ ഈ യാത്ര 30 വർഷങ്ങൾ എടുക്കുമായിരുന്നു. ഒരു കാലത്തിൽ ഗ്രഹമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്ന പ്ലൂട്ടോ എന്ന കുള്ളൻ ഗ്രഹത്തിനെ നമുക്ക് മറക്കാനാകില്ല. ഇപ്പോൾ ഭൂമിയിൽ നിന്നും ഏകദേശം 533 കോടി കിലോമീറ്റേഴ്സ് ദൂരത്തിലാണ് പ്ലൂട്ടോ. ഏറ്റവും കുറഞ്ഞ ദൂരം എന്നത് 428 കോടി കിലോമീറ്റേഴ്സും. അതായത് ഭൂമിയിൽ നിന്നും നെപ്റ്റ്യൂൺ വരെയുള്ള ഏറ്റവും ചുരുങ്ങിയ ദൂരത്തിനേക്കാൾ കുറവാണ് ഭൂമിയിൽ നിന്നും പ്ലൂട്ടോ വരെയുള്ള ചുരുങ്ങിയ ദൂരം. അതിനാൽ തന്നെ ഏകദേശം നെപ്റ്റ്യൂൺ വരെ എത്താൻ എടുക്കുന്ന അതേ സമയം കൊണ്ട് നമുക്ക് പ്ലൂട്ടോയിലും എത്താൻ സാധിക്കും. ഒരു പേടകം പ്ലൂട്ടോയെ സന്ദർശിച്ചിട്ടുണ്ട്. അത് 2006 വിക്ഷേപിച്ച നാസയുടെ ന്യൂ ഹൊറൈസോൺസ് പേടകമാണ്. 2015 ഇത് പ്ലൂട്ടോയിൽ എത്തിയത്. അതായത് 9.5 വർഷങ്ങളുടെ യാത്രയ്ക്കു ശേഷം. ശരാശരി വേഗത പരിഗണിക്കുകയാണെങ്കിൽ ഇതുവരെ ഭൂമിയിൽ നിന്നും വിക്ഷേപിച്ചിട്ടുള്ള ഏറ്റവും വേഗതയേറിയ പേടകം ഇതുതന്നെയാണ്. 16 കിലോമീറ്റർ/സെക്കൻഡ് വേഗത്തിലാണ് ഇപ്പോഴിത് സൗരയൂഥത്തിന് പുറത്തേക്ക് പായുന്നത്. ജൂപ്പിറ്ററിന് സമീപത്ത് കൂടെ പോയതിനാലാണ് ഇതിനിത്രയേറെ വേഗത കൈവരിക്കാൻ സാധിച്ചത്. ഈ പറഞ്ഞതെല്ലാം നമ്മുടെ നിലവിലത്തെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പോകുന്നതിനെ കുറിച്ച് മാത്രമാണ്. അത്യധികം വേഗത്തിൽ ബഹിരാകാശ യാത്രകൾ നടത്താൻ സഹായിക്കുന്ന ടെക്നോളജികൾ ഇപ്പോൾ തന്നെ നമ്മൾ വികസിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഭാവിയിൽ തീർച്ചയായും ഇതിനേക്കാളുമൊക്കെ ഒരുപാട് മടങ്ങ് വേഗത്തിൽ നമുക്ക് മറ്റ് ഗ്രഹങ്ങളിലേക്ക് പോകാൻ കഴിയും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.